ഈ 27-ാം തീയതി പി.കെ. ജിയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംസ്ഥാനതല സമ്മേളനത്തിന് പാർട്ടി രൂപം കൊടുത്തിട്ടുണ്ട്. ടൗൺ ഹാളിലെ ആ പരിപാടി വൈകിട്ട് 4 മണിക്കായിരിക്കും. CPI ജനറൽ സെക്രട്ടറി ഡി രാജ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററും അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കും. CPIയുടെ നേതാക്കൾ പലരും ഉണ്ടായിരിക്കും ആ യോഗത്തിൽ. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് P. സന്തോഷ് കുമാർ MP, സഖാവ് KP രാജേന്ദ്രൻ, സത്യൻ നഗേരി, PP സീനിയർ MP, KK അഷ്റഫ്, N. അരുൺ, ഇത്രയും പേരായിരിക്കും അതിൽ സംബന്ധിക്കുക. നിങ്ങൾക്കെല്ലാവർക്കുമുള്ള കത്ത് ഇപ്പോഴിവിടെ തരും. എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണം. ടൗൺ ഹാളിൽ വെച്ച് വേറൊരു വിഷയം, പതിവ് പോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് അതിൻ്റെ വലതുപക്ഷ സ്വഭാവം ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം നട്ടലൊടിക്കും വിധത്തിലുള്ള ഒരു വെട്ടിക്കുറവുണ്ടായിരിക്കുന്നു. അവയ്ക്കുള്ള വിഹിതത്തിൽ LDFൻ്റെ ബജറ്റിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് വേണ്ടി മാറ്റിവെച്ചത് 692 കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴത് 177 കോടിയാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇതാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയുടെ ഗാന്ധിയൻ മാതൃക. മഹാത്മാഗാന്ധി പറഞ്ഞത് എല്ലാവർക്കും അറിയാം, ഗ്രാമസ്വരാജിനെ പറ്റിയാണ്. രാജീവ് ഗാന്ധിയാണെന്ന് എപ്പോഴും കുത്തിഘോഷിക്കും കോൺഗ്രസ്സുകാരെല്ലാവരും. പഞ്ചായത്തി രാജ്, നഗരപാലിക ബില്ല് എല്ലാം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണെന്ന് പറയാറുണ്ട്. അതെല്ലാം ഗാന്ധിയൻ മാതൃകയുടെ തെളിവായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്ന് ഭരിക്കുന്നവർക്ക് ഗാന്ധിയും നെഹ്റുവുമെല്ലാം വെറും അലങ്കാര പദങ്ങൾ മാത്രമാണ്. അവർക്ക് ഗാന്ധിജിയെ അറിയില്ല, നെഹ്റുവിനെയും അറിയില്ല. സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും സാമ്പത്തികമായ ഭാരം കൊണ്ട് മുന്നോട്ട് പോകാൻ പൊറുതുമുട്ടുന്ന ഈ കാലത്ത് വിഹിതം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നേരത്ത് അവർ ഗാന്ധിയൻ മാതൃക, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മാതൃക എല്ലാം കാണിക്കുന്നത്, നിർണ്ണയിക്കുന്നത് 692 കോടി എന്നുള്ളത് 177 കോടിയാക്കി വെട്ടിച്ചുരുക്കിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ 515 കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിൽ അത് 30-ാം തീയതി തിരുവനന്തപുരത്തും 2-3 തീയതികളിൽ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
ആ പ്രക്ഷോഭം LDF-ൻ്റെതായിരിക്കും. LDF നടത്തുന്ന ആ പ്രക്ഷോഭത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാനുള്ള നിർദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലെ വലിയ സമരം, ആ സമരത്തിൻ്റെ വാർത്തകളും പാഠങ്ങളും എല്ലാം ഇന്ത്യക്ക് വിലപ്പെട്ടതാണ്. എല്ലാ പ്രകാരത്തിലും തുറന്നു കാണിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. പരീക്ഷകളെല്ലാം അത് പ്രഹസനമാക്കി മാറ്റിയിരിക്കുന്നു. നീറ്റ് ഒട്ടും നീറ്റില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഏറ്റവും കൊടിയ അഴിമതികളുടെ കൂടാരമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൽഫലമായി ഒരുപാട് ജീവിത പ്രതീക്ഷയുള്ള ഇന്ത്യൻ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കൊഴിക്കപ്പെടുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ അലകളാണ് നാം ഡൽഹിയിൽ കാണുന്നത്. വിചിത്രമായി തോന്നാം, ന്യായത്തിൻ്റെയും നീതികളുടെയും കാവൽക്കാരാകേണ്ട ഉന്നതമായ നീതിപീഠം അവരെ വിളിക്കാൻ വേണ്ടി കണ്ടെത്തിയ പേരാണ് പാറ്റകൾ. ആ പേര് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ സുപ്രീം കോടതി എത്തിപ്പെട്ടിരിക്കുന്ന അധപ്പതനത്തിൻ്റെ ആഴം പിടിച്ചറിയിക്കുന്നു. തൊഴിലിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെയെല്ലാം വേറെ യാതൊരു പണിയുമില്ലാത്തവർ, പാറ്റകൾ എന്നൊക്കെ വിളിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി അധപ്പതനമെന്ന വാക്കല്ലാതെ വേറൊരു വാക്ക് പറയാൻ ആർക്കും പറ്റില്ല. എന്തായാലും ആ വിളി ഒരു പുതിയ മുന്നേറ്റത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായത്. ആ പാർട്ടി ആഹ്വാനം ചെയ്താൽ ആര് ചെവിക്കൊള്ളും എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അവകാശവാദങ്ങളൊന്നുമില്ലാതെ, കൊട്ടും ഘോഷവും കൂടാതെ ആ പാർട്ടി വിളിച്ചപ്പോൾ 10,000 ഡൽഹിയിലേക്ക് എത്തി. ആ പ്രക്ഷോഭത്തെ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും പിന്താങ്ങുന്നുണ്ട്. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ AISF-ഉം SFI-യും ISA-യും KYS-ഉം അടക്കം എല്ലാവരുമുണ്ട് സമരരംഗത്ത്. കഴിഞ്ഞ 18-ാം തീയതി ഞാൻ പോയിരുന്നു അവരെല്ലാവരെയും കാണാൻ. അഭിജിത് ദീപ്കയെയും ഞാൻ അവിടെ കാണുകയുണ്ടായി. അദ്ദേഹം അന്ന് പറഞ്ഞത്, സംശയമൊന്നും വേണ്ട, 20-ൻ്റെ പാർലമെൻറ്റ് മാർച്ചിൽ ആയിരങ്ങൾ എത്തുമെന്ന് പറഞ്ഞു. അത് എത്തിച്ചേർന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ വീര്യം രാജ്യം കാണുകയാണ്. ഒരുപാട് കുട്ടികളെ ഞാൻ അവിടെ വെച്ച് കാണുകയുണ്ടായി. ദേഹം മുഴുവനും പാമ്പ് തല്ലിയിട്ട് ആ ചുവന്ന പാടുമായിട്ട് നിൽക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടതാണ്. ആ കുട്ടികളെ ഈ രാജ്യം മാനിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ തുലാസിലാടുന്നു എന്ന വാർത്ത നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. ഗവൺമെൻറ് പ്രവർത്തിക്കാത്ത ഗവൺമെൻറ്റാണ്. വിശ്വഗുരുവായി സ്വയം പ്രഖ്യാപിച്ച മോദി നാശത്തിൻ്റെ വ്യക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമരം ചെയ്യുന്ന ഇന്ത്യൻ യുവത്വത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജൂലൈ 27-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി ഇന്ത്യ മുഴുവനും ഐക്യദാർഢ്യ
പ്രസ്ഥാനത്തിന് ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും CPI പ്രവർത്തകന്മാരും ബഹുജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും സംയുക്തമായി നടത്തുന്ന ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കൂടിയ സെക്രട്ടേറിയറ്റ് രൂപം കൊടുക്കുകയുണ്ടായി.